പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അമേരിക്കൻ സന്ദർശനം തുടങ്ങുന്നതിന് തൊട്ടുമുമ്പ് ഇന്ത്യയ്ക്ക് പണിയുമായി ഡൊണാൾഡ് ട്രംപ് രംഗത്തെത്തിയിരുന്നു. യുഎസിന് ഇറക്കുമതി തീരുവ ചുമത്തുന്ന രാജ്യങ്ങൾക്ക് ട്രംപ് ഭരണകൂടം പരസ്പര നികുതി ചുമത്തുമെന്ന് വൈറ്റ് ഹൌസ് അറിയിച്ചു. ഇത് സംബന്ധിച്ച ഉത്തരവിൽ ട്രംപ് ഒപ്പുവച്ചേക്കുമെന്നാണ് സൂചന. അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് നികുതി ചുമത്തുന്ന രാജ്യങ്ങളുടെ ഉൽപ്പന്നങ്ങൾക്ക് അമേരിക്കയും നികുതി ഏർപ്പെടുത്തുമെന്നതാണ് പരസ്പര നികുതി. ഇത് ഇന്ത്യക്ക് വലിയ തിരിച്ചടിയായി മാറിയേക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ US സന്ദർശനത്തിന് തൊട്ടു മുൻപാണ് ഇന്ത്യയെ ഉൾപ്പെടെ ബാധിക്കുന്ന നിർണായക നീക്കം. ചില US ഉൽപ്പന്നങ്ങൾക്ക് ഇന്ത്യ കനത്ത തിരുവയാണ് ചുമത്തുന്നതെന്നും അതേ മട്ടിൽ തിരുവ ചുമത്തി തിരിച്ചടിക്കാനറിയാമെന്നും ഡൊണാൾഡ് ട്രംപ് ഡിസംബറിൽ ഇന്ത്യക്ക് മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഇന്ത്യയും ബ്രസീലുമാണ് US ഉൽപ്പന്നങ്ങൾക്ക് ഏറ്റവും അധികം തിരുവ ചുമത്തുന്നത്. തിരുവ ചുമത്താൻ അവർ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, പക്ഷേ തിരിച്ച് ഞങ്ങളും അതുതന്നെയാണ് ചെയ്യാൻ പോകുന്നത്, ട്രംപ് ഡിസംബറിൽ പറഞ്ഞിരുന്നു. US-നെ എങ്ങനെയാണോ പരിഗണിക്കുന്നത് അതുപോലെയാകും തിരിച്ചുള്ള പരിഗണന എന്ന വാണിജ്യ സെക്രട്ടറി ഹേവാർഡ് ലുട്നിക്കും ട്രംപിന്റെ മുന്നറിയിപ്പിന് പിന്നാലെ പ്രതികരിച്ചിരുന്നു. US-ന്റെ കടുത്ത സമ്മർദ്ദത്തെ തുടർന്ന് ആഡംബര കാറുകൾ ഉൾപ്പെടെയുള്ള 30-ലേറെ ഇനങ്ങളുടെ ഇറക്കുമതി തീരുവ പുനഃപരിശോധിക്കാൻ ഇന്ത്യ ആലോചിക്കുകയാണെന്നുവെന്ന റിപ്പോർട്ടുകൾക്കിടയിലാണ് US-ന്റെ നിർണായക തീരുമാനം. അതിനിടെ 2 ദിവസത്തെ അമേരിക്കൻ സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി വാഷിംഗ്ടണിലെത്തി. ഇന്ത്യൻ സമയം നാളെ പുലർച്ചെ 5-നാകും പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി മോദി കൂടിക്കാഴ്ച നടത്തുക. അമേരിക്കയിൽ നിന്ന് സൈനിക വിമാനങ്ങൾ വാങ്ങുന്നതുൾപ്പെടെയുള്ള വിഷയങ്ങൾ ചർച്ചയാകുമെന്നാണ് സൂചനകൾ. അനധികൃത കുടിയേറ്റക്കാരെ തിരിച്ചയക്കുന്ന വിഷയത്തിലും ഇരു രാജ്യങ്ങളും ചർച്ചയിൽ നിലപാട് വ്യക്തമാക്കും. ഈ വർഷം നടക്കുന്ന ക്വാഡ് ഉച്ചകോടിക്കായി ഡൊണാൾഡ് ട്രംപിനെ മോദി ഇന്ത്യയിലേക്ക് ക്ഷണിക്കും. വാഷിംഗ്ടണിന് അടുത്തുള്ള ആൻഡ്രൂഡ് എയർഫോഴ്സ് വിമാനത്താവളത്തിലാണ് പ്രധാനമന്ത്രിയുടെ വിമാനം ഇറങ്ങിയത്. അമേരിക്കൻ പ്രസിഡന്റിന്റെ ഔദ്യോഗിക അതിഥി മന്ദിരമായ ബ്ലെയർ ഹൌസിലേക്ക് താമസിക്കാനായി എത്തിയ മോദിക്ക് വലിയ വരവേൽപ്പാണ് ഇവിടെ ഒരുക്കിയത്. ബ്ലെയർ ഹൌസിന് മുന്നിൽ പ്രധാനമന്ത്രിയെ സ്വീകരിക്കാൻ നിരവധി ഇന്ത്യക്കാരും എത്തിയിരുന്നു. അമേരിക്കൻ പ്രസിഡന്റിന്റെ ഔദ്യോഗിക വസതിയായ വൈറ്റ് ഹൌസിന് നേരെ എതിർവശത്താണ് ബ്ലെയർ ഹൌസ് സ്ഥിതി ചെയ്യുന്നത്. അമേരിക്കൻ സന്ദർശനത്തിനിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇലോൺ മസ്കുമായി കൂടിക്കാഴ്ച നടത്തിയേക്കും. സ്റ്റാർലിങ്ക് ഉപഗ്രഹ ശൃംഖല വഴി ബ്രോഡ്ബാൻഡ് സേവനം ഇന്ത്യയിലേക്ക് വ്യാപിപ്പിക്കുന്നതിനെക്കുറിച്ച് ഇരുവരും ചർച്ച ചെയ്തേക്കും. സ്റ്റാർലിങ്ക് സേവനം ഇന്ത്യയിൽ തുടങ്ങാൻ സന്നദ്ധമാണെന്ന് നേരത്തെ മസ്ക് പ്രഖ്യാപിച്ചിരുന്നു. അതേസമയം ടെസ്ലയുടെ ഇന്ത്യയിലേക്കുള്ള വരവ് ചർച്ചയാകുമോ എന്ന് വ്യക്തമല്ല. ഇന്ത്യൻ സമയം നാളെ പുലർച്ചെ 5-നാകും പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി മോദി കൂടിക്കാഴ്ച നടത്തുക. അമേരിക്കയിൽ നിന്ന് സൈനിക വിമാനങ്ങൾ വാങ്ങുന്നതുൾപ്പെടെയുള്ള വിഷയങ്ങൾ ചർച്ചയാകുമെന്നാണ് സൂചനകൾ.